ഫയലിലേക്ക് സ്വാഗതം. SSCRT അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 8ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള 5ാമത്തെ അധ്യായം ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഒരുപാട് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരുന്ന ഒരു അധ്യായമാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. 54 ചോദ്യങ്ങളാണുള്ളത്. കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 46 മാർക്കാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്ന്? ഭരണഘടന നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്നാണ്? 1946 ഡിസംബർ 6 ഭരണഘടന നിർമ്മാണ സഭ നിലവിൽ വന്നത്. 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1947 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ എത്രയായിട്ടാണ് പുനഃസംഘടിപ്പിച്ചത്? 1947 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ എത്രയായിട്ടാണ് പുനഃസംഘടിപ്പിച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 299 ആണ്. 299. പൗരാവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഏതാണ്? പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ മഗ്ന കാട്ടയാണ്. മഗ്ന കാട്ട പൗരാവകാശങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ തന്നെ ഔദ്യോഗിക രേഖയാണ് മഗ്ന കാട്ട. മഗ്ന കാട്ട ഒപ്പുവെച്ച വർഷം? മഗ്ന കാട്ട ഒപ്പുവെച്ച വർഷം 1215 മഗ്ന കാട്ട ഒപ്പുവെച്ച വർഷം ഏതാണ്? 1215. ഇന്ത്യയില് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയില് ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26 നവംബർ 26 ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ഭാഗം 3 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമായി പ്രഖ്യാപിച്ച 86ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം? വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിച്ച 86ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷമേത്? 2002 ആണ്. 2002. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ച 86ാമത്തെ ഭേദഗതി നിലവിൽ വന്നത് 2002. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. 2010 ഏപ്രിൽ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ചത് ആര്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാവുന്ന അനുച്ഛേദം ഏത്? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഏത് കോടതിയാണ്? സുപ്രീം കോടതിയെ സമീപിക്കാവുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 32 ആണ്. അനുച്ഛേദം 32. നാം ആജ്ഞാപിക്കുന്നു എന്ന് അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? നാം ആജ്ഞാപിക്കുന്നു എന്ന് അർത്ഥം വരുന്ന റിട്ട്
മാൻഡമസ് ആണ്. നാം ആജ്ഞാപിക്കുന്ന എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? മാൻഡമസ്. നിങ്ങൾക്ക് എന്ത് അധികാരം എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? നിങ്ങൾക്ക് എന്ത് അധികാരം എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? കോവറാൻഡോ ആണ്. നിങ്ങൾക്ക് എന്ത് അധികാരം എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? കോവറാൻഡോ. അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ്. അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ്. ഹേബിയസ് കോർപ്പസ്. ഓപ്ഷൻ സി, ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗം 4. പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏതാണ്? പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 51A ആണ്. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 51A ആണ്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത്? 42ാം ഭേദഗതിയിലൂടെയാണ്. 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭേദഗതിയാണ്? 42ാമത്തെ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. 42ാം ഭേദഗതി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരണ സമയത്ത് എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്ന സമയത്ത് എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 389 അംഗങ്ങളാണ് ഭരണഘടന രൂപീകരണ സമയത്തുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം എത്രയെന്ന് ചോദിച്ചാലാണ് 299. മഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? മഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം വലിയ പ്രമാണം. വലിയ പ്രമാണം എന്നതാണ് മഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം. വലിയ പ്രമാണം. മഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട അവകാശ രേഖകൾ ഏതെല്ലാം? മഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട അവകാശ രേഖകൾ ഏതെല്ലാമാണ്? ബിൽ ഓഫ് റൈറ്റ്സ്, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്നിവയാണ് മഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട അവകാശ രേഖകൾ. ബിൽ ഓഫ് റൈറ്റ്സ്, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്നിവയാണ് മഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട അവകാശ രേഖകൾ. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ 19 മുതൽ 22 വരെ പ്രതിപാദിക്കുന്ന പ്രധാന മൗലികാവകാശം ഏത്? അനുച്ഛേദം 19 മുതൽ 22 വരെ. 19 മുതൽ 22 വരെ പ്രതിപാദിക്കുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. വിദ്യാഭ്യാസ അവകാശ നിയമം ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്? ഏത് പ്രായത്തിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്. 6 മുതൽ 14 വയസ്സ് വരെ. കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏത്? കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 24 കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 24.
ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്ര എണ്ണമുണ്ട്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്ര എണ്ണമാണ്? 6 മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എത്രയെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്, മൗലിക കടമകൾ നിലവിൽ എത്ര എന്ന് കമന്റ് ചെയ്യുക. സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദങ്ങൾ ഏതെല്ലാം? സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 14 മുതൽ 18 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദങ്ങൾ ഏതെല്ലാമാണ്? അനുച്ഛേദം 14 മുതൽ 18 വരെ. ചൂഷണത്തിനെതിരായ അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദങ്ങൾ ഏതെല്ലാമാണ്? ചൂഷണത്തിനെതിരായ അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 24, അനുച്ഛേദം 24, അനുച്ഛേദം 23, 24 എന്നിവയാണ് ചൂഷണത്തിനെതിരായ അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദങ്ങൾ. അനുച്ഛേദം 23, അനുച്ഛേദം 24. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഹൈക്കോടതികളെ സമീപിക്കാവുന്ന അനുച്ഛേദം ഏത്? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഹൈക്കോടതികളെ സമീപിക്കാവുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 226. അനുച്ഛേദം 226. ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് സെർഷ്യോററി. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സെർഷ്യോററി. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഏതാണ്? തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഏത്? പ്രോഹിബിഷൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം, പ്രോഹിബിഷൻ. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് അനുച്ഛേദമായിട്ടാണ്? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് അനുച്ഛേദം 51A ആണ്. അനുച്ഛേദം 51A. ഭരണഘടനയിലെ അനുച്ഛേദം 36 മുതൽ 51 വരെ പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ്. ഭരണഘടനയിൽ അനുച്ഛേദം 36 മുതൽ 51 വരെ പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ്. മഗ്ന കാർട്ട രൂപം കൊണ്ട രാജ്യമേത്? മഗ്ന കാർട്ട രൂപം കൊണ്ടത് ബ്രിട്ടനിലാണ്. മഗ്ന കാർട്ട രൂപം കൊണ്ട രാജ്യം ബ്രിട്ടൻ. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26-നാണ്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. ഓപ്ഷൻ ബി, റിട്ടുകൾ. മൗലിക അവകാശമായി വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? മൗലിക അവകാശമായിട്ട് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ ഭേദഗതി 86ാമത്തെ ഭേദഗതിയിലൂടെയാണ്. 86ാം ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശമായിട്ട് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതെല്ലാം? മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദങ്ങൾ ഏതെല്ലാമാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 29, 30. അനുച്ഛേദം 29, 30. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 29, 30. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം 32 അനുച്ഛേദം 32. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. ഓപ്ഷൻ എ മാൻഡമസ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കർത്തവ്യങ്ങൾ ഭാഗം 4A ഭാഗം 4A. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം? വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് 2009 2009. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 1976 1976 മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3 ഉൾപ്പെടുന്നു. ഭരണഘടന 7 മൗലിക അവകാശങ്ങളാണ് പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നത്. അനുച്ഛേദം 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ അനുച്ഛേദം 32 സഹായിക്കുന്നു. ശരിയായത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1-ാമത്തെയും 3-ാമത്തെയും ശരിയാണ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3 ഉൾപ്പെടുന്നു. ശരിയാണ്. അനുച്ഛേദം 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. ഇനി 2-ാമത്തെ പ്രസ്താവനയിൽ എന്താണ്? 7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഇനി മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഹൈക്കോടതിയെ സമീപിക്കാവുന്ന അനുച്ഛേദം ഏതാണ്? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അനുച്ഛേദം 226 പ്രകാരമാണ് ഹൈക്കോടതിയെ സമീപിക്കുവാൻ സാധിക്കുന്നത്. അനുച്ഛേദം 226. വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമായത്. അനുച്ഛേദം 21A പ്രകാരമാണ് ഇത് നടപ്പിലാക്കിയത്. 5 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ളത് ഏത് എന്നാണ്. ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 4 എന്നിവ ശരിയാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ മൗലികാവകാശമായത്. ശരിയാണ്. അനുച്ഛേദം 21A പ്രകാരമാണ് നടപ്പിലാക്കിയത്. ശരിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വന്നു. ശരിയാണ്. 3-ാമത്തെ പ്രസ്താവന തെറ്റാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്. റിട്ടുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? ഹേബിയസ് കോർപ്പസ്, അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിയിൽ ഹാജരാക്കൽ. മാൻഡമസ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോവറാൻഡോ, കീഴ്ക്കോടതിയുടെ പരിഗണനയിലുള്ള കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ. പ്രോഹിബിഷൻ, അധികാര പരിധിയിൽ വരാത്ത കേസ് പരിഗണിക്കുന്നത് കീഴ്ക്കോടതികളെ വിലക്കാൻ. തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രമാണ്. കോവറാൻഡോ. കോവറാൻഡോ എന്താണ് വരുന്നത്? കോവറാൻഡോ കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുന്നത് സെർഷ്യോററി ആണ്. കോവറാൻഡോ എന്നാൽ ഒരാൾ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടയുന്നതാണ്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇവ ഉൾപ്പെടുത്തിയത്. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇവ രൂപീകരിച്ചത്. ഭരണഘടനയുടെ ഭാഗം 4 ഇവ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനുച്ഛേദം 51A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി. 1, 2, 4 ശരിയാണ്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇവ ഉൾപ്പെടുത്തിയത്. ശരിയാണ്.
സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇത് രൂപീകരിച്ചത്. ശരിയാണ്. അനുച്ഛേദം 51A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A ഭാഗം 4A. ഭാഗം 4 അപ്പത്തിനെ കുറിച്ചാണ്, നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ. ഭരണഘടനാ നിർമ്മാണ സഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. രൂപീകരണ സമയത്ത് 389 അംഗങ്ങളുണ്ടായിരുന്നു. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത്. സ്വാതന്ത്ര്യത്തിനു ശേഷം അംഗസംഖ്യ 299 ആയി പുനഃസംഘടിപ്പിച്ചു. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3, 4 എന്നിവ ശരിയാണ്. രൂപീകരണ സമയത്ത് 389 അംഗങ്ങളുണ്ടായിരുന്നു. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അംഗസംഖ്യ 299 ആയിട്ട് പുനഃസംഘടിപ്പിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആരായിരുന്നു? ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതാണ് ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, മഗ്ന കാർട്ടയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പൗരാവകാശങ്ങളെ പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണിത്. ഇത് 1215 ബ്രിട്ടനിലാണ് രൂപം കൊണ്ടത്. മഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം നിയമസംഹിത എന്നാണ്. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇതിന്റെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ്. ശരിയായത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 1, 2, 4 എന്നിവ ശരിയാണ്. പൗരാവകാശങ്ങളെ പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ്. ശരിയാണ്. ഇത് 1215 ബ്രിട്ടനിലാണ് രൂപം കൊണ്ടത്. ശരിയാണ്. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇതിന്റെ സ്വാധീനത്താൽ രൂപം കൊണ്ടതാണ്. ശരിയാണ്. മഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വലിയ പ്രമാണം എന്നാണ്. വലിയ പ്രമാണം. റിട്ടുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണിവ. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടയുന്ന റിട്ടാണ് മാൻഡമസ്. കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുന്നത് സെർഷ്യോറിയാണ്. അധികാര പരിധിയിൽ വരാത്ത കേസ് പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ട് കീഴ്ക്കോടതികൾ നൽകുന്ന ഉത്തരവ് പ്രോഹിബിഷൻ ആണ്. ഉത്തരം വരുന്നത് സി. ഓപ്ഷൻ സി. 1, 3, 4 ശരിയാണ്. 1, 3, 4. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടയുന്ന റിട്ടാണ് കോവറാൻഡോ. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടയുന്ന റിട്ട് ഏതാണ്? കോവറാൻഡോയാണ്. അടുത്തത്, ഭരണഘടനാ ഭേദഗതികളെയും വകുപ്പുകളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1976 42 ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. അനുച്ഛേദം 24 കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പാർലമെന്റിൽ അംഗീകരിച്ചു. ഭരണഘടനയുടെ ഭാഗം 4A നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ. 1, 2, 3 എന്നിവ ശരിയാണ്. 1976 42 ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. ശരി. അനുച്ഛേദം 24 കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്നു. ശരി. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പാർലമെന്റിൽ അംഗീകരിച്ചു. ശരി. നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. നിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗം 4A എന്താണ് വരുന്നത്? മൗലിക കർത്തവ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളെയും അനുച്ഛേദങ്ങളെയും സംബന്ധിച്ച ശരിയായ ജോഡികൾ ഏതെല്ലാം? സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദം 14 മുതൽ 18 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 25 മുതൽ 28 വരെ.
സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ അനുച്ഛേദം 29, 30. ചൂഷണത്തിനെതിരായ അവകാശം അനുച്ഛേദം 19 മുതൽ 22 വരെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായ ജോഡികൾ ഏത് എന്നാണ് ഉത്തരം. ഓപ്ഷൻ ബി. 1, 2, 3 എന്നിവ ശരിയാണ്. സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദം 14 മുതൽ 18 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ അനുച്ഛേദം 29, 30. അവസാനത്തേതാണ് തെറ്റായിട്ടുള്ളത്. ചൂഷണത്തിനെതിരായ അവകാശം അനുച്ഛേദം 23, 24 എന്നിവയിലാണ്. 19 മുതൽ 22 വരെയുള്ളത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 54 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. കട്ട് ഓഫ് 46 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്